വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊരു ഹോസ്റ്റിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് SSL സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാറുണ്ട്. SSL സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ളതാണ്. ബ്ലൂ ഹോസ്റ്റിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എല്ലാ ഹോസ്റ്റിങ്ങിനൊപ്പവും ഉണ്ട്. എന്നാൽ ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഏത് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിനൊപ്പവും ഫ്രീ SSL ആൻഡ് CDN എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്താണ് SSL സർട്ടിഫിക്കറ്റ് എന്നും എന്താണ് CDN എന്നുള്ളതും. SSL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലൂ ഹോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഇവിടെ ഒരു ലോക്ക് സിമ്പിൾ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കണക്ഷൻ സെക്യൂർ ആണ്, ഇതിൽ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല എന്നുള്ളതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ പാസ്വേഡുകളോ ക്രെഡിറ്റ് കാർഡ് നമ്പറുകളോ ഒക്കെ ഇതിലിപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് സെക്യൂർ ആയിരിക്കും എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനും അത് വാലിഡ് ആണെന്നുള്ള ഒരു ഉറപ്പുമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബ്ലൂ ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡിജിമാർക്ക് അക്കാഡമിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഡിജിമാർക്ക് ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലും ഇതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഇതേപോലെ തന്നെ അത് സെക്യൂർ ആണെന്നുള്ളതും കാണാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റ്, അതായത് നമ്മളിപ്പോൾ കമ്മിങ് സൂൺ മോഡിലാണ് അത് ഇട്ടിരിക്കുന്നത്. നമ്മളുടെ സുബിൻ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് സെക്യൂർ എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഈ സൈറ്റിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കാരണം നമ്മളുടെ വെബ്സൈറ്റ് SSL സർട്ടിഫിക്കറ്റ് ഉള്ളതല്ല, ഹാക്കേഴ്സിന് വന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിനി ചെയ്യേണ്ടത് SSL സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ആക്റ്റീവ് ആക്കേണ്ടത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഇത് സാധാരണ നമ്മൾ പൈസ കൊടുത്തൊക്കെ വാങ്ങേണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നിന്നും നമുക്കിതിനെ എങ്ങനെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ബ്ലൂ ഹോസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം SSL സർട്ടിഫിക്കറ്റ് ലെറ്റ്സ് എൻക്രിപ്റ്റിൻ്റെ നമുക്ക് ഇനേബിൾ ആണ്. അപ്പം എൻഫോഴ്സ് HTTPS, അതായത് HTTPS എൻഫോഴ്സ് ചെയ്ത് നമുക്ക് ഉണ്ടാവണം. ഒരു സേഫ് ബ്രൗസിങ് ഇനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റ് ഒന്നെങ്കിൽ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. നിങ്ങൾ റിഫ്രഷ് ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മളുടെ SSL സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയത്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ആക്റ്റീവ് ആക്കാൻ സാധിക്കുന്നതാണ്. SSL സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് നമ്മൾ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിലെ കണ്ടന്റുകളെ വളരെ ഫാസ്റ്റായിട്ട് ദ മെയിൻ യൂസ് ഓഫ് എ CDN ഈസ് ടു ഡെലിവർ കണ്ടന്റ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് സെർവേഴ്സ് ഇൻ എ സെക്യൂർ ആൻഡ് എഫിഷ്യൻറ്റ് വേ. ഇതിൻ്റെ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ദീസ് നെറ്റ്വർക്ക് ഇംപ്രൂവ് ദി കണ്ടന്റ് സെക്യൂരിറ്റി, പെർഫോമൻസ് ആൻഡ് അവൈലബിലിറ്റി. മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു യൂസർ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ആവുകയും നല്ല രീതിയിൽ പെർഫോമൻസ് നൽകിയാൽ മാത്രമാണ് നമ്മുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് ആളുകൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യത്തുള്ളൂ. അതിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് നോക്കുമ്പോൾ ഒരുപാട് സമയം ലോഡാവാതെ അത് കിടന്ന് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് മിസ്സായി പോകും. അപ്പോൾ അങ്ങനെ മിസ്സായി പോവാതെ ഇരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമുക്ക് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലഗിൻസിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള പ്ലഗിൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പ്ലഗിൻസുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. നമുക്കൊരു പരിധിയിൽ കൂടുതൽ പ്ലഗിൻസ് ഒക്കെ ഉപയോഗിച്ചാലും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിങ്ങിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് ഒരു CDN പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക്, അതായത് നമുക്കിവിടെ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവരുടെ സെർവറിൽ നമുക്ക് CDN ക്ലൗഡ്ഫ്ലെയർ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ക്ലൗഡ്ഫ്ലെയർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് CDN പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വേർഡ്പ്രസ് പ്ലാറ്റ്ഫോമിൽ നിന്നും ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ പൈസ കൊടുത്തത് വാങ്ങേണ്ടപ്പോൾ ഇവിടെ നമുക്കത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് നിങ്ങളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഹോസ്റ്റിംഗ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ WooCommerce ഹോസ്റ്റിംഗ് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. WooCommerce ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കും അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റും ഒക്കെ
ഉണ്ടാവുന്നതാണ്. അപ്പോൾ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഇതുവരെയായിട്ടും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റെസിപ്റ്റ് എൻ്റെ ഈ കാണിക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങൾ അയക്കുക. എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എനിക്കത് സാധിക്കും. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്ക് ഞാൻ അവിടെ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ ഈ കാണുന്ന ഇമെയിലിലേക്ക് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾക്ക് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് കൂടുതലും ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും അതുപോലെ എന്നെപ്പോലെയുള്ളവരുടെ വീഡിയോസൊക്കെ കാണുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായി പഠിക്കുവാനായിട്ട് ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.